ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുട്ടയും മുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ട് നമുക്ക് ഗ്യാസുമൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ മാവ് ഞാൻ കുറച്ച് എടുത്തതാണ്, പിന്നെ കുറച്ച് അധികം മാറ്റിയിട്ട് നമ്മൾ കുറച്ച് കൂടുതലുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ 3 ദിവസത്തിനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിന്, പക്ഷേ 4 ദിവസത്തിന് ഉണ്ട്, ഇടിഞ്ഞ് കുറച്ചും കൂടി ഉണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്കൊരു ഇന്നത്തേക്ക് വേണ്ടിയിട്ട് മാവെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ച്, എന്നിട്ട് അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അത് ചൂടാവുന്ന സമയം ഞാനിങ്ങനെ നമ്മുടെ ഇഡ്ഡലി ചൂടാവുന്ന തട്ടില്ല അതിലിങ്ങനെ എണ്ണയൊക്കെ തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫസ്റ്റിൽ ചുടുമ്പോൾ മാത്രമേ ഞാൻ എണ്ണ തേക്കാറുള്ളൂ. പിന്നെ അങ്ങനെ തന്നെ മെഴുക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയാണ് കേട്ടോ ആക്കി കൊടുക്കാറുള്ളത് ഇഡ്ഡലീൻ്റെ പാത്രത്തിൽ. അവ നമുക്കൊന്ന് 2 കമൻറ്റ് തരാറ് കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയാണ്, എന്താണ് ചെയ്യാറുള്ളതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാവും ചെയ്യുക, എന്നാലും ഞാൻ ആ കമൻറ്റിന് ജസ്റ്റ് ഒന്ന് റിപ്ലൈ തന്നതാണ് കേട്ടോ. പിന്നെ ആദ്യത്തെ ട്രേ വെച്ചു, അതിൽ 4 കേട്ടോ ഉള്ള, അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ രണ്ടാമത്തത് വെച്ചിട്ട് അതിലും ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെള്ളം നല്ല രീതിയിൽ തിളക്കുന്നുണ്ട്. നല്ല തിളച്ചുകൊണ്ട് വരുമ്പോൾ ആവി പൊങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് പാർന്ന് കൊടുത്താൽ, നമ്മൾ മാവ് പാർന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇങ്ങോട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോഴേക്കും കറണ്ട് പോയി. ഇന്ന് ഫുള്ളും ഇങ്ങനെ തന്നെയായിരുന്നേ, കറണ്ട് വരിക പോവുക അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ചില ദിവസം ഇങ്ങനെയാണ് അല്ലേ. പിന്നെ നമുക്കധികം മീൻകറി ഉണ്ട് കേട്ടോ. ഇന്നലത്തെ മീൻകറി നല്ല അടിപൊളിയായിട്ട് മത്തിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ട് ഞാൻ ഇഡ്ഡലി മത്തിക്കറിയാണ് കേട്ടോ ഉദ്ദേശിക്കണേ. ഇന്ന് 3 ഉച്ച വരെ ഉള്ളൂ, ക്ലാസ് എക്സാമാണ്, അപ്പോൾ ഉച്ച വരെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലഞ്ച് ബോക്സ് ഒന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് ഞാൻ ഒറ്റ പരിപാടിയിൽ നിന്ന് നിർത്തിയിട്ടോ. ഒരു ഇഡ്ഡലി ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിൽ 9 കൊള്ളും. അപ്പോൾ ഞാൻ 5 എൻ്റെ ഹസ്ബൻഡിനും 4 ഇതുമൂന്ന് വെച്ച് കൊടുത്തു കേട്ടോ. രാവിലെ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ചായ മാത്രമല്ലേ കുടിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കില്ല. ഉള്ളത് ഞാൻ അവർക്ക് മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഇത് ഫുള്ളായിട്ട് അവർ കഴിക്കുമെന്ന് എനിക്കറിയാം. മീൻകറി എൻ്റെ ആ പഴയ അതും മത്തിക്കറി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി ഞാൻ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതും ഇപ്പോൾ മദ്രസൊക്കെ വിട്ട് വന്നുകൊണ്ട് അവളോട് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ മദ്രസയിൽ പ്രത്യേകിച്ച് പഠിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലയൊക്കെ ഇതിൻ്റെ നബിദിനത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. കൂടുതലും നബിദിന പരിപാടികളും പാട്ട് പഠിപ്പിക്കലും പിന്നെ ബോയ്സിനുള്ള പാട്ടൊക്കെ പഠിക്കുന്നതും ഒക്കെ പോയി നോക്കുക എന്നൊക്കെയുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും മദ്രസയിലില്ല കേട്ടോ. സ്കൂൾ എക്സാമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസം റെസ്റ്റ്. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. 10 ദിവസം ഒഴിവാണല്ലോ, 10 ദിവസം ഒഴിവാണല്ലോ എന്ന്. അങ്ങനെ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോമൊക്കെ മാറ്റി പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉളപ്പിച്ചിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കൊഞ്ചൽ കൂടിയിരിക്കണം, ഇനി ഒറ്റക്കാണ്ട് പോകണം, നടന്നാണ് പോയിക്കൂടെ, പിന്നെ വെറുതെ ഞാനിങ്ങനെ ആക്കി തരണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. കുറേ മടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ചിന്നെ കൊണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒറ്റ കാല് തപസ് നിൽക്കുകയാണ് ഓള്. അപ്പോൾ ഓളും മടിച്ചാണ് കേട്ടോ ഒന്ന് ഹസ്ബൻഡ് ഇറങ്ങിയത്. നല്ല കുട്ടിയല്ലേ, ഒറ്റയ്ക്ക് പോയിക്കോ എന്നൊക്കെ ഉള്ളൂടെ അങ്ങനെ പറയണ്ടുള്ളൂ. അതാണ് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓളെ ഫ്രണ്ട് കണ്ടോ അവിടെ വന്ന് ഓളെ പോരുന്നത് ചോദിക്കണുണ്ടായിരുന്നേ. ആദ്യമൊക്കെ പിന്നെ 2 ഒപ്പയുന്നല്ലോ പോലെ. അപ്പം പോകണമെന്ന് ചോദിച്ചപ്പോൾ ഓള് ഞാൻ പോവില്ല ഇപ്പം ഉണ്ടാക്കിയാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓളതാ അങ്ങോട്ട് പോയി. ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു കേട്ടോ, ഓളെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു ഓളോട് ഇവിടെ നിൽക്കാൻ. എന്നിട്ട് പിന്നെ 2 കൂടി ബൈക്കുമ്പോൾ വെയ്ക്കോളി എന്ന് പറഞ്ഞു. ആ കുട്ടി ഓളെ ഫ്രണ്ട് കേൾക്കാനേ നിൽക്കണില്ല കേട്ടോ. നേരെ അങ്ങോട്ട് പോയി. പിന്നെ കാത്തുക്കാനൊന്നും നിന്നില്ല. പിന്നെ ഇവിടെ ഉളപ്പച്ചിനെ പിന്നെ പോവാണ് കേട്ടോ. പിന്നെ ഇപ്പച്ചിനെ കാണുമ്പോൾ മക്കൾക്കൊരു കൊഞ്ചലല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ ഇങ്ങനെ പറയുള്ളൂ, എന്താ പറയുക, എനിക്ക് ഒറ്റയ്ക്ക് പൊയ്ക്കൂടെ അങ്ങനെ എന്നൊക്കെ പറയുള്ളൂ കേട്ടോ. പക്ഷേ മൂപ്പർക്കും അത് തന്നെയാണ് ഇഷ്ടം. മൂപ്പർ എന്നെ കൊണ്ടാക്കണത് തന്നെയാണ് മൂപ്പർക്കും ഇഷ്ടം. ഇങ്ങനെ വെറുതെ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും പോയിട്ടുണ്ട് എക്സാമിന്. അങ്ങനെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പഴയ പോലെ തന്നെ നമുക്ക്
ചായ കുടിക്കുക, പിന്നെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം. അപ്പോൾ ഇന്നലെ ഞാൻ മൊത്തത്തിൽ വീടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് കരുതി ഇന്ന് ക്ലീനിങ്ങിനും പരിപാടിയൊക്കെ അടിച്ചു വാരാനോ തുടക്കാനോ ജസ്റ്റ് അത് പിന്നെ നമ്മൾ ചെയ്യുമല്ലോ, അടിച്ചു വാരുക, പിന്നെ തുടക്കാനും നിൽക്കില്ല. ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നീനുട്ടിൻ്റെ എന്താണ് ഓണപരിപാടി ഉണ്ട് കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല വലിയ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് ഡ്രസ്സ് എന്തായാലും വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലോത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്, സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുഴുവനാക്കണം. നമുക്ക് എന്താ പറയുക, അപ്പോൾ ഈ വീഡിയോ വരുന്ന സമയത്ത് ആ ഓണപ്പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ അതിനുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ തയ്ക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അടിച്ചു വരാൻ തുറക്കാൻ നിൽക്കാതെ വേഗം ചായം കുടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയറാൻ നിൽക്കുകയാണ്. ബാക്കി പണിയെടുക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലവ് ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുകളിൽ വെയിലായിരിക്കും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കരുതി വേഗം സ്റ്റിച്ച് ചെയ്യാൻ പോവാം. ഒരു 11:30-12 നമുക്ക് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് ബാക്കി കിച്ചണത്തെ പണികളൊക്കെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയൊക്കെ ചായ കുടിച്ച് ഞാനൊരു 10 മണിയോട് കൂടി സ്റ്റിച്ച് ചെയ്യാൻ കയറിയിട്ട് ഒരു 11:30-11:45 ആയപ്പോഴായിട്ട് ഇറങ്ങി ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും കൂട്ടാൻ വെക്കാനുള്ളത് ഒന്നത് റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന അരിയൊക്കെയാണ് കേട്ടോ. ചാക്കരിയും പച്ചരിയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്രാവശ്യം. പിന്നെ ഓണം സംഭവമൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ട്, 10 കിലോമീറ്റർ എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതാ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. പുട്ടും കുറ്റി കിട്ടിയെങ്കിലും തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ പുട്ട് ചുട്ടിട്ടില്ല കേട്ടോ. ഞാനിവിടെ അടുത്തുനിന്ന് വീട്ടിൽ നിന്ന് തന്നെ തേങ്ങ വാങ്ങാറുള്ളത്. അപ്പോൾ മുപ്പത് പിന്നെ അങ്ങാടിയിൽ നിന്ന് ടൗണിൽ പോയപ്പോൾ കണ്ടപ്പോൾ 2 കിലോന് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ കൂട്ടാൻ വെക്കാൻ ഇതാ നല്ല മത്തിയാട്ടോ. ഇന്നലെ ഈ മത്തി തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മത്തി എന്ന് പറയുമ്പോൾ ചാളമീൻ. അപ്പോൾ അത് ഇന്നലത്തെ മത്തിയിൽ നിറച്ചും നല്ല പഞ്ഞിമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയണത് നല്ല ടേസ്റ്റുള്ള മത്തിയാണ് ഇപ്പോൾ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മുപ്പര് അതെന്നെ കണ്ടപ്പം കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം കേട്ടോ. ഇന്നലെ വാങ്ങിയതിനേക്കാൾ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വേഗം അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് മീൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ കറി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ അധികം ഗീ റൈസ് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതും ഇന്നലെ തന്നെ സാധാരണ നോർമൽ ചോറ് ഉണ്ടാക്കിയിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു, ഉമ്മച്ചിക്ക് ഗീ റൈസ് ഉണ്ടാക്കി കൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ വാട്ടി സൺഫ്ലവർ ഓയിലും നെയ്യുമാണ് കേട്ടോ. അധികം പിന്നെ വെള്ളം കറണ്ട് അടുപ്പ് മേലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പും ലേശം ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചു. ഒറ്റ വിസിൽ വെച്ചാൽ നമ്മുടെ ഗീ റൈസ് റെഡിയാവും. അതിനുശേഷം നമുക്ക് പിന്നെ അതിലേക്കുള്ള ഞാൻ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്, പച്ചമുളകൊക്കെ നന്നായിട്ട് ചതക്കി വെച്ചത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. പിന്നെ വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. കുറച്ച് കൂടുതൽ മീനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ മീൻകറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. മീൻകറി ഉണ്ട്, പിന്നെ രാവിലത്തേക്കൊക്കെ നമുക്ക് കൂട്ടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഞാനത് വേഗം അരിഞ്ഞ എല്ലാം വെളുത്തുള്ളിയും തക്കാളിയൊക്കെ വെളുത്തുള്ളി വെല്ലുള്ളി തക്കാളിയൊക്കെ ഒരു പാത്രത്തിൽ തന്നെ അരിഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ്. ഒക്കെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് വാട്ടിയിട്ട് കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. തക്കാളി ഇതാ ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് തക്കാളി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ നീളായിക്കണ്ടേ. അങ്ങനെ ഇതാ ഞാൻ ചട്ടി വെച്ചിട്ട് ഉലുവി കടുകാണ് കേട്ടോ പൊട്ടിക്കണത്. നല്ല രീതിയിൽ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച സംഭവങ്ങൾ ഫുള്ളായിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വേറെ ഒന്നും ഇട്ട് കൊടുത്ത് ആദ്യം ഉള്ളിയൊക്കെ വാടിയിട്ടാണ് ഞാൻ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. ഇന്ന് അതിനൊന്നും നിന്നില്ല. എല്ലാം ഇങ്ങോട്ട് ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ചെറിയ തീയിൽ അങ്ങനെ വെന്തോട്ടെ എന്ന് കരുതി. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ കട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിതാ ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് ചെറുതാക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അവിടെ മൂടി വെച്ചിട്ടാണ് മീൻ കട്ട് ചെയ്യാൻ നിന്നത്. അപ്പോൾ ചെറിയ തീയിൽ അങ്ങനെ അത് അവിടെ അങ്ങനെ വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ എന്താ പറയുക മത്തിയൊക്കെ നല്ല മത്തിയാണെങ്കിൽ കട്ട് ചെയ്യാൻ നല്ല ഇതാണ്, സുഖമാണല്ലോ. പിന്നെ നല്ല പഞ്ഞിമീനും ഉണ്ട് കേട്ടോ, നല്ല പഞ്ഞിമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ അതിന് പഞ്ഞിമീൻ കഴിച്ചിട്ടില്ല. ഞാനും അതൊന്ന് പൊരിച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒന്ന് കഴിച്ചു നോക്കല്ലോ, ഇത് നല്ലതാണല്ലോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പഞ്ഞിമീനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് പൊരിച്ച് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് പൊരിച്ച് തരാറുണ്ട്. അപ്പം നമുക്കത് കാണുമ്പോൾ നമ്മളമ്മമാർ തിന്നതില്ല, അപ്പോൾ അതേപോലെ നമ്മൾ കുട്ടിയെ കൊടുക്കുക അങ്ങനെ നമുക്ക് തോന്നില്ല. അപ്പോൾ ഞാൻ ഇതും കഴിച്ചിട്ടേ അല്ല കേട്ടോ. ഞാൻ ഒക്കെ ആദ്യം ഉണ്ടാക്കി കൊടുത്താലും അത് കഴിക്കാറില്ല. പിന്നെ നിർബന്ധിച്ച് കൊടുക്കാമെന്നൊക്കെ കരുതി അതൊക്കെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ
എൻ്റെ ഹസ്ബൻഡിനുണ്ടല്ലോ ഈ മത്തി മീൻ മാത്രം കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ നീളത്തിൽ പൊരിച്ച് വെക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. വേറെയുള്ള മീനൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ അയല മീനൊക്കെ ആണെങ്കിൽ നീളത്തിൽ അങ്ങനെ പൊരിക്കണത് വലിയ കുഴപ്പമില്ല. മൊത്തത്തിൽ തലയും വാലും മൊത്തത്തിൽ പൊരിക്കണത് കുഴപ്പമില്ല. പക്ഷേ മത്തി ഇങ്ങനെ മൊത്തത്തിൽ നീളത്തിൽ അങ്ങോട്ട് കഷ്ണമാക്കാതെ പൊരിക്കണത് എന്താ അറിയില്ല, മൂപ്പർക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തല മാത്രം കട്ട് ചെയ്തിട്ടാണ് മീൻ കറിക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ ബാക്കിയുള്ള വാലുഭാഗം ഉണ്ടല്ലോ, വാലുഭാഗം നമ്മൾ പൊരിക്കാനും വെച്ചു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ രണ്ടും അത്യാവശ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് അടുപ്പത്തേക്ക് മീൻ തല മുറിച്ചത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. മീൻ കറി പുളിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ട് കൊടുത്തു. ബാക്കി വാല് ഭാഗമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് കൂട്ടുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മസാല തേച്ചിട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അതിങ്ങനെ പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഒരു 4-5 മതിയല്ലോ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നാളത്തേക്കൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് മസാല തേച്ച് വെച്ചു. പാത്രത്തിൽ കൊഴിച്ചിട്ട് ബാക്കി ആ മസാല പാത്രത്തിലുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഞാൻ ആ പഞ്ഞിമീൻ അങ്ങോട്ട് കഴുകിയത് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകുന്നൊന്ന് കുഴച്ച് വെച്ചു. അത് ലാസ്റ്റ് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എന്താ മീൻകറി വന്നു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നാമിച്ച് നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവായിരുന്നേ. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. മേലെ എക്സ്ട്രാ ഫിഷ് മസാലപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ലേശവും കൂടി ഇച്ചിരിയും കൂടി ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കറിവേപ്പില ഇടുമ്പോഴാണ് ആ ഒരു മീൻകറിൻ്റെ ഒരു മണം ഇങ്ങോട്ട് വരിക അല്ലേ. എന്ന് അടച്ച് വെച്ചിട്ട് അത് നമ്മൾ മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ അടുപ്പത്ത് തന്നെ പൊരിക്കാനുള്ള ചട്ടി ഇങ്ങോട്ട് വെച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഇന്ന് കഴിക്കാനുള്ള മീൻ മാത്രം സെപ്പറേറ്റ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു ചട്ടി. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വെച്ചു. പിന്നെ മീൻ വറുക്കാൻ വെക്കുമ്പോൾ അധികം ഇട്ട് പിന്നെ എണ്ണ ചൂടായി നിൽക്കുമ്പോൾ കരിയുമല്ലോ. അപ്പോൾ വിചാരിച്ചിട്ട് തീ ഒന്നുകൂടി കുറച്ചിട്ട് 4 കഷ്ണം മീനാണ് ഇട്ടത്. ഇതും എങ്ങനെ കഴിക്കുമെന്നറിയില്ല. ഒക്കെ പഞ്ഞിമീനും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ ഞാനുണ്ടല്ലോ ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വലിയ ഒന്നും എടുത്തു. ഒരുപാട് ഉണ്ടാക്കിയില്ല. കുറേ തോരൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് എന്താ വെച്ചാൽ ബാക്കിയാവാണ്. ബാക്കി രാത്രി ഞാൻ പറയാം ഫുഡ് ഇവിടെ ആരും അങ്ങനെ കഴിക്കാത്തതുകൊണ്ടേ പിന്നെ വേസ്റ്റ് ആവാണ്. അത് പിറ്റേന്നൊക്കെ എടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചാൽ ഉപ്പേരിയൊന്നും ആരും ചൂടാക്കി കഴിക്കാനൊന്നും കൂട്ടൊക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇതൊന്നും ഉണ്ടാക്കാം. അപ്പോൾ അതാകുമ്പോൾ വീര്യത്തിൽ അങ്ങോട്ട് കഴിച്ചു പോയിക്കോളുമല്ലോ. ഫുള്ളായിട്ട് അങ്ങോട്ട് കഴിച്ചോളും കരുതിയിട്ട് ഒന്നെടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പിന്നെ അരിഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതുമോന് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ ഇപ്രാവശ്യം ബീട്രൂട്ടൊക്കെ. അതുകൊണ്ട് തന്നെ ഓള് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി എടുക്കാമെന്ന്. ഞാൻ എടുക്കാമായിരുന്നു എന്ന് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബീട്രൂട്ട് ഇങ്ങനെ അരിഞ്ഞപ്പോൾ ഒരു സൈഡ് വന്നിട്ടോ മീനിൻ്റെ. അപ്പോൾ ഞാനത് മറച്ചിട്ട് കൊടുക്കുകയാണ്. മറ്റേ സൈഡും കൂടി വേവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ മീനിൽ അധികം അങ്ങോട്ട് കുടിക്കാതൊക്കെ വേണ്ടി ഇച്ചിരി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ മസാല തേച്ച് വെച്ചപ്പം. എന്നിട്ട് അതാ ഒരു സൈഡൊക്കെ വന്നു. അപ്പം പിന്നെ ബാക്കി ബീട്രൂട്ടൊക്കെ അരിഞ്ഞപ്പോഴേക്കും മറ്റേ സൈഡും വന്നു. പിന്നെ അതൊരു നമുക്ക് വിളമ്പി വെക്കുന്ന പാത്രത്തിൽ തന്നെ മാറ്റി വെച്ചിട്ട് ആ ഇതിലേക്ക് തീ കുറച്ചിട്ട് തന്നെ ഞാൻ എന്താ പറയുക നമ്മുടെ പഞ്ഞിമീൻ ഇട്ട് കൊടുത്തു കേട്ടോ. പഞ്ഞിമീൻ ഇട്ടാന്ന് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പൊട്ടി തെറിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കി ഇങ്ങനെ ഇളക്കിയാണ് ഞാൻ പൊരിച്ചെടുത്തത്. പൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റി വെക്കാണ്ട് മീൻ മാത്രം കയറ്റി വെച്ചിട്ട് എണ്ണ ഇങ്ങനെ ചെരിച്ചിങ്ങനെ പിടിച്ച് വെച്ചതാണ്. എന്നിട്ട് ആ ചട്ടി മാറ്റിയിട്ട് ആ അടുപ്പത്തേക്ക് തന്നെ നമ്മൾ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതാ ജസ്റ്റ് പ്ലേറ്റിൽ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ പൊരിച്ചിട്ടില്ലേ ആ ഒരു പ്ലേറ്റിലേക്ക് തന്നെ എണ്ണയാവാതെ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് കോരിയെടുത്ത് വെച്ചു കേട്ടോ. ഇനി ഇപ്പോൾ ഇതും വരാനായി തുടങ്ങി. സമയം 12:30 ആയിട്ടുണ്ട്. അവൾ എക്സാം കഴിഞ്ഞ് വരാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതൊക്കെ പൊരിച്ച് ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ആയപ്പോഴേക്കും തന്നെ അവൾ വന്നത് 12:40 ആയിട്ടുള്ള അപ്പോഴേക്കും ഒന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ വന്ന പാടന്നെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാനുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമുണ്ടായിരുന്നോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഓരോരോ വിശേഷങ്ങളാണ് ഈ പറയണത് കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നമ്മൾ അന്നത്തെ എക്സാമിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. ഒപ്പാരാ ഉണ്ടായിരുന്നത് എഴുതാൻ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്തീനോ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. എന്നോട് വേഗം യൂണിഫോമിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. കാരണം ഇനി ആ യൂണിഫോം തന്നെ മതി, നാളത്തേക്ക് ഉച്ചവരെയല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനെ മതിയല്ലോ. അപ്പോൾ അത് മാറ്റി വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പള്ളിക്ക് പോയി വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ കൊണ്ടുപോയി കൊടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു ചോറ് കഴിക്കണുണ്ട് കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ പഞ്ഞിമീൻ പിന്നെ വന്ന മുതലേ ഉള്ള കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വായിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഒന്നിട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ
അതോള് വീണ്ടും വീണ്ടും കഴിച്ച് അപ്പം ഞാൻ ഇപ്പച്ചിക്കും കൊടുക്ക് അങ്ങനെ ടേസ്റ്റ് നോക്കാൻ ഇപ്പച്ചിക്കും കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടാൾ കഴിക്കുന്നുണ്ട്. ഒരിക്കലും വെള്ളവും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടേ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ പിന്നെ എനിക്കൊരു സമാധാനം തരില്ല. ശരിക്കും മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. പോലതൊക്കെ മേശപ്പുറത്ത് കൊണ്ട് ഇതുപോലെ സേഫ് ആക്കിയിട്ടാണ് ഞാൻ പിന്നെ ഇത്തിരി പിന്നെ ബീട്രൂട്ട് ഉപ്പേരി എടുത്തു. 2 മുട്ടയൊക്കെ പൊരിച്ചിട്ട് അതിലേക്ക് 2 കഷ്ണം മീനും പൊരിച്ചതും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനും അങ്ങോട്ട് ഒപ്പം ഇരുന്ന് കഴിച്ചിട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.